ഗവർണറുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ UDF നേതാവ് KPA മജീദ് രൂക്ഷമായി തന്നെയാണ് ഇടതുപക്ഷത്തെ നേരിട്ടത്. ഗവർണറുടെ കോപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് മജീദ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയെ പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ശരിക്കും സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുകയാണ് മജീദ് ചെയ്തിരിക്കുന്നത്. ഒരു ബസ് നിറയെ പോക്കറ്റടിക്കാർ എന്നുള്ള ഉപമ പോലും അദ്ദേഹം നടത്തുകയുണ്ടായി. KPA മജീദിന്റെ സഭയിലെ ആ പ്രസംഗത്തിലേക്ക്. ശ്രീ KPA മജീദ്. ശ്രീ KPA മജീദ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഇവിടെ ഗവർണർ നടത്തി എന്ന് പറയുന്ന പ്രസംഗത്തിന് ഈ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്. ഒന്നാമത്, ഈ പ്രസംഗം ഗവർണർ നടത്തിയ പ്രസംഗത്തിന് പ്രസംഗമല്ല, കോപ്രായം എന്നൊക്കെ പറയാം, എന്താവട്ടെ. അതിന് നന്ദി പറഞ്ഞ ചന്ദ്രശേഖരനോട് എനിക്ക് വളരെ വിഷമമുണ്ട്. അങ്ങയുടെ പ്രസംഗം മുഴുവൻ ഗവർണർക്കെതിരാണ്. ഇനി ഈ സഭ കഴിഞ്ഞാൽ ഗവർണർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സ്പീക്കർ കത്ത് കൊടുക്കും, ഇല്ലേ? എന്താ ഇതിൻ്റെ സ്ഥിതി? വിരോധാഭാസമല്ലേ? അപ്പം വാസ്തവത്തിൽ ഈ ഗവർണറുടെ ഈ പ്രസംഗത്തെ ചൊല്ലിയുള്ള ഒരു ചർച്ച തന്നെ അനാവശ്യമായ ഒരു കാര്യമാണ്. ഒന്നാമത്, ഗവർണർ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഗവർണറൊക്കെ ഒരുപോലെയാണ്, ഒന്ന് തന്നെയാണ്. അതിപ്പോഴുള്ള ചങ്ങാത്തല്ല. ചന്ദ്രശേഖരൻ അറിയാലോ, ശരിയത്ത് വിവാദകാരുണ്ടായി, ഇല്ലേ? EMS ഒരു കാലത്താണ്. അന്ന് കോൺഗ്രസിലെ ക്യാബിനറ്റിൽ നിന്നും ഈ മാന്യൻ രാജിവെച്ച് പോന്നു ഗവർണർ. ആ ഗവർണറെ, അതെ, രാജീവ് ഗാന്ധി ഗവർണർ, ആ ഗവർണറെ കോഴിക്കോട് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചവർ നിങ്ങളല്ലേ? സോറി, ഈ ചന്ദ്രശേഖരൻ കേട്ടോ, CPIM ആൾക്കാരോട് പറയണത്. ആരിഫ് മുഹമ്മദ് ഖാൻ. അന്നുള്ള ബന്ധം, ഞങ്ങളൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കാണുന്നതിന് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് സമ്മേളനം നടത്തിയവർ ഞങ്ങൾ. അതാണ്. അപ്പോൾ ആ വിരോധം പറയണ്ട. പക്ഷെ ഗവർണർ ചെയ്യുന്ന ഈ ഒരു നടപടിയോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇന്ത്യയിലെ BJP ഗവൺമെൻറ്റുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ടാണ് എല്ലാ ഗവർണർമാരെയും കേന്ദ്രം ഉപയോഗിക്കുന്നത്. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമേ ഇല്ല. ഒരു ഗവർണറുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയിലാണ് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറുന്നത് എന്നതിലും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ എന്താ പ്രശ്നം? ഈ ഗവർണറും നിങ്ങളും തമ്മിൽ എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത്? നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമല്ലേ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ VC വെക്കാൻ അങ്ങ് വെറുതെ ചിരിക്കരുത് കേട്ടോ. ഞങ്ങളെപ്പറ്റി നല്ല കാര്യമാണ് പറയുന്നത്. കണ്ണൂർ VC വെക്കാൻ വേണ്ടി നമ്മൾ ഒരു താരം ഉണ്ടാക്കിയില്ലേ? നിങ്ങൾ തമ്മിലല്ലേ? നമ്മളെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇങ്ങനെ കുളം തോണ്ടിയ ഉത്തരവാദിത്തം ഈ ഗവൺമെൻറ്റിനും ഗവർണർക്കുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറക്കങ്ങൾ യൂണിവേഴ്സിറ്റി വെച്ചു, പിൻവാതിൽ നിയമനം നടത്തി. ഗവർണർ ചെയ്തിട്ട് ആൾക്കാർ ചെയ്തു. ഗവർണർക്ക് സെനറ്റിൽ BJP-കാരാസ് വെക്കാണ്ട് അതവർ വെച്ചു. നിങ്ങൾ രണ്ടു കൂട്ടം തമ്മിൽ ചെയ്തതാണ്. അതിൻ്റെ ഫലം എന്താ? നമ്മളെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി. ഇപ്പം നിങ്ങൾ പറയുന്നത് കുട്ടികൾ മുഴുവൻ വിദേശത്ത് പോവാണ്, ഇവിടുന്ന് കൈയൊഴിച്ച് പോവാണ്, ബിരുദവും ബിരുദാന കോഴ്സിലൊക്കെ കുട്ടികളില്ല എന്ന് പറയുന്നു. ആരോ ഉത്തരവാദി? കേരളത്തിലെ യൂണിവേഴ്സിറ്റി എത്രയിടത്ത് VC-മാരുണ്ട്? നിങ്ങൾ ഈ ചർച്ച നടത്തുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ രംഗത്തെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? VC-മാരുണ്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ? എത്ര കോളേജുകളിൽ പ്രിൻസിപ്പാൾമാരുണ്ട്? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അത് ചെയ്യാൻ നടപടിയെടുക്കുന്നുണ്ടോ? പരീക്ഷ യഥാസമയം നടത്തുന്നുണ്ടോ യൂണിവേഴ്സിറ്റികളിൽ? പരീക്ഷ റിസൾട്ട് സമയത്ത് വരുന്നുണ്ടോ? പരീക്ഷയുടെ ചോദ്യപേപ്പർ കാണാനില്ലാത്ത പരാതി വന്നിട്ടില്ലേ? എന്താ ഇവിടെ നടക്കുന്നത്? അപ്പം നിങ്ങളും ഗവർണർ കൂടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ചെയ്തിയുടെ ഫലമായി ഇന്ന് നമ്മൾ സഹിക്കുകയാണ്. എന്ത് താത്താക്ക് വേണ്ടത്? പ്ലീസ് അങ്ങ് പറഞ്ഞു കൊടുക്കണം പ്ലീസ്. ഇത് ഗവർണറെ പറ്റിയാ പറയുന്നതേ, അതിവർക്ക് കാര്യമൊന്നുമില്ല. എന്താ? അപ്പം അതേ സമയത്ത് ഞാനൊരു കാര്യം പറയാം. ഈ പ്രതിഷേധത്തോട് ഗവർണർക്കെതിരാണ്. ഒരാൾ അവിടെ നിൽക്കാൻ പാടില്ല, കരിങ്കൊടി കാണിക്കാൻ പാടില്ല. കരിങ്കൊടിച്ച അയാൾ ഇറങ്ങി വരും, എന്നിട്ട് ചോദ്യം ചെയ്യും. എന്നാൽ നിങ്ങളെ മുഖ്യമന്ത്രിയോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പ്രതിഷേധത്തോട് ജനാധിപത്യപരമായ സമീപനമുള്ളത് ആണോ? മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നിടത്ത് ആരെങ്കിലും കരിങ്കൊടി കാട്ടാൻ നിന്നാൽ അവർ തല്ലാണ്, പോലീസിനെ വിട്ട് തല്ലാണ്, ഗവൺമെന്റ് വന്ന് തല്ലാണ്.
ഗുണ്ടകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഗുണ്ടകൾ യാത്ര ചെയ്യുന്നു എന്ന് പരാതിയുണ്ട്. അങ്ങനെ പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. ഹെൽമറ്റ് കൊണ്ട് അടിക്കും, മറ്റൊരു രീതിയിലൊക്കെ അടിക്കും, ചട്ടി അടിക്കും. ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പ്രതിഷേധത്തോട് ഈ നിലപാട് വേണം. ഏത് മന്ത്രിയാണെങ്കിലും ഏത് സ്ഥാനത്തിരിക്കുന്നവർക്കും പ്രതിഷേധം ഉണ്ടാവും. കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? കരിങ്കൊടി കാണിക്കാനുള്ള സമരത്തിന്റെ ഒരു മാർഗമല്ലേ നിങ്ങൾ ചെയ്തിട്ടില്ലേ? എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. ഞാൻ സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്തും ഒരാളും കാണാൻ പാടില്ല. ഇതല്ലേ നിങ്ങളുടെ നിലപാട്? ഇതേനല്ലേ ഗവർണർ നിലപാടും? നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗുണ്ടകളെ വെച്ച്, പോലീസിനെ വെച്ച്, ഗൺമാനെ വെച്ചിട്ട് പ്രതീക്ഷിക്കുന്നവരെ തല്ലുന്നു. എന്താ പറയണോ? പറഞ്ഞോളൂ, എണീറ്റ് പറയും എന്തെങ്കിൽ. ലീഗിന്റെ നിലപാടാണോ? ലീഗിന്റെ നിലപാടെല്ലാം വരുന്നില്ല. ഞങ്ങളെ മന്ത്രിമാർക്കെതിരെ നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, കരികൊടി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ തല്ലാൻ വന്നിട്ടുണ്ടോ? നിങ്ങൾ CPIM നേതാക്കന്മാർ പരിപാടി നടത്തിയിട്ടില്ലേ കരിക്കൊടി? ഞങ്ങൾ ആക്രമിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് പ്രതിഷേധിക്കുക എന്നുള്ള ഈ ജനാധിപത്യപരമായ ഈ സംവിധാനത്തെ, ഈ സമരരീതിയെ എന്തിനാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഇങ്ങനെ സ്വാരസ്യം കാണിക്കുന്നത്, അസ്വസ്ഥ കാണിക്കുന്നത് എന്തിനാണ്? ഗവർണർക്കെതിരെ പ്രതിഷേധം വരുമ്പോഴേ പോലീസ് അവരുമായിട്ട് യോജിച്ചിങ്ങനെ നിൽക്കുക, സൗഹാർദ്ദപരമായി നിൽക്കുക, നീക്കൂല. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാഹനം വന്നാൽ അടിച്ചു നിർത്തുക. ഏതോ ഒരുത്തൻ ബസ്സിന് ഷൂ എറിഞ്ഞു, വധശ്രമത്തിന്റെ കേസ്. എവിടെ ഷൂ എറിഞ്ഞിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? മുളപടി. എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങൾ ആലോചിക്കുകയും. ഒരു മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നമ്മുടെ സംസ്ഥാനത്തെ എവിടെ എത്തിച്ചു നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ ഗവർണറെ വിളിക്കുന്നില്ല, ഗവർണർ ചെയ്യുന്ന ഒരു സംഗതിയും ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ നിങ്ങളും ഗവർണറും തമ്മിൽ കള്ളനും പോലീസും കളിക്കായിരുന്നു. സെനറ്റിലേക്ക് എങ്ങനെയാണ് 2 പ്രതിനിധികളെ ലീഗിന് കിട്ടിയത് എന്ന് അങ്ങേക്ക് അറിയോ? ഇപ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റിലേക്ക് ഒരു യോഗ്യതയില്ലാത്ത വൈസ് ചാൻസലർമാർ ശുപാർശ ചെയ്യാത്ത ലിസ്റ്റിൽ നിന്ന് ലീഗിന്റെ പ്രതിനിധികളായ ചിലർ വന്നല്ലോ. അത് ഏത് ബഹുമാനപ്പെട്ട, അതാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മെമ്പറോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ, ഒരു യോഗ്യതയില്ലാത്ത ആൾക്കാരെ പിരിമാൽ നിയമം നടത്തുന്നു. ഗവർണർ അയാൾ പറ്റിയ ആളുകൾ ചെയ്യുന്നു. കണ്ണൂർ വീസി മാത്രമാണോ? നിങ്ങൾക്ക് ആവശ്യമുള്ള പിരിമാലിലൂടെ ചെയ്യുക. അപ്പൊ ഗവർണർ ചെയ്തു. അതേ നിങ്ങൾ 2 കൂട്ടരും കൂടിയിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്തി കളഞ്ഞു എന്നാണ് എന്റെ ആക്ഷേപം. അതാണ് പ്രിയപ്പെട്ട അംഗം മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. നിഷ്പക്ഷമായിട്ടാണ് നിങ്ങൾ 2 പേരും കൂടി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തി കളഞ്ഞു എന്ന എന്റെ പോയിന്റ്. ഇനിയിപ്പോ നിങ്ങൾ നവകേരള സദസ് പറയല്ലോ, ഞാൻ സമയമില്ലാത്ത നവകേരള സദസ് നിങ്ങൾ അതിൽ ആളുകൾക്ക് നന്നായി വന്നിരുന്നൊക്കെ പറഞ്ഞു. ഈ അരിക്കൊമ്പന്റെ പ്രശ്നമില്ലേ? ഒരു വണ്ടി അനൗൺസ് ചെയ്ത് കണ്ട് അരിക്കൊമ്പൻ ഈ വണ്ടിന്റെ പിന്നാലെ വരും പറഞ്ഞാൽ ഇതിലേറെ ആൾ കൂടൂലേ? നമ്മൾ ഒരു ബസ്സിൽ ഒരു പോക്കറ്റുകാരെ കാണുള്ളൂ, എന്നാൽ ഒരു ബസ് നിറയെ പോക്കറ്റുകാരായാലോ? അതാണ് നിങ്ങളുടെ സദസ്സ്. നിങ്ങളെ മന്ത്രിമാർ വിളിച്ചു പോകുമായിരുന്നു. നിങ്ങളിപ്പോൾ കിട്ടിയ അരിജികൾ എന്ത് ചെയ്ത്? ഇപ്പം ഞാൻ എൻ്റെ മണ്ഡലത്തിലെ ഒരു കാര്യം മാത്രം പറയാം. ഈ എടരിക്കോട് സ്പിന്നിംഗ് മില്ലിൽ അവിടുത്തെ CITയുടെ നേതാവ് ഒരു ഹർജി കൊടുത്തു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മില്ല് പൂട്ടിക്കിടക്കുകയാണ്, അത് ഉടനെ തുറക്കണം. അതാണ് നിവേദനം. CITയുടെ സെക്രട്ടറി, സ്പിന്നിംഗ് മില്ല് സെക്രട്ടറി PP അജിത്. ഗ്രാറ്റുവിറ്റി ആയിട്ടും അവർക്ക് പ്രൊവിഡന്റ് ഫണ്ടായിട്ട് 10 കോടി കിട്ടാണ്ട്. അപ്പം മന്ത്രിക്ക് നവകേരള സദസ് കൊടുത്തു വിടാൻ തീരുമാനം ഉണ്ടാവുമല്ലോ. മില്ല് തുറക്കണം, ഈ പൈസ കൊടുക്കണം. മന്ത്രി എങ്ങ് കേൾക്കണം, അങ്ങ് മാത്രമേ ഉള്ളൂ. സോറി, എന്താ ചെയ്ത് അറിയോ? ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കാനും മില്ല് തുറക്കാനുള്ള നിങ്ങൾക്ക് നൽകിയ CIT നേതാവിന്റെ അരിജി ഗ്രാമപഞ്ചായത്തിന് വെച്ച് കൊടുത്തു. എടരിക്കോട് ഗ്രാമപഞ്ചായത്തിന് 10 കോടി കൊടുക്കാൻ. നിങ്ങൾ ഈ പരാതികൾ തീർപ്പാക്കിയത് ബസ്സേര് എങ്ങനെ തീർപ്പാക്കുന്നു? കുറെ ജില്ലാ പഞ്ചായത്തിന് അയച്ചു കൊടുക്കുക. അവിടെ വന്ന സാധാരണക്കാരൻ മനുഷ്യരുടെ പ്രയാസം നിങ്ങൾ കേട്ടാരെങ്കിലും? മന്ത്രിമാര് വീൽ ചെയറിലും മറ്റു വന്നിട്ട് രോഗബാധിത ആളുകൾ വരുമ്പോൾ നിങ്ങളെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായോ? നിങ്ങൾ ചോദിച്ച ആരോടാ? പണക്കാരോട്. പൗരമുഖ്യന്മാരെന്ന് പറയുന്ന ചില മാന്യന്മാരോട് ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ കേട്ടു. അവർ ഞാൻ നിർത്തുകയാണ് സാർ. ഒരു കാര്യം കൂടി പറയാം, സമയമില്ലാത്തതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ റോഡുകളും ന്യൂയോർക്ക് പോലെയാണെന്ന് പറഞ്ഞത്. പക്ഷെ ന്യൂയോർക്കിലെ റോഡ് യാത്ര ചെയ്താൽ സ്വിമ്മിംഗ് പൂളിന് ആ സൗകര്യമില്ല. കേരളത്തെ സുഖിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലെ റോഡിലൂടെ സഞ്ചരിച്ചാൽ അവർക്ക് നീന്താനുള്ള സൗകര്യമുണ്ട്. അതാണ് ന്യൂയോർക്ക് സ്ഥിതി. സർ, ഇവിടെ ഒരു കാര്യം നടക്കുന്നില്ല. നിങ്ങളൊന്നും ഒരു ഗൗരവത്തില്ല. നിങ്ങളും ഗവർണറും തമ്മിലുള്ള ഈ കളി
നമ്മുടെ സംസ്ഥാനത്തെ തകർക്കുക മാത്രമല്ല ഈ സംസ്ഥാനത്തിന്റെ യശസ്സിനെ പോലും തകർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഗവർണറുടെ നന്ദി പ്രസംഗമില്ല, അത് കാര്യം. Yes. ചന്ദ്രശേഖരനോട് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ എതിർക്കുകയും ചെയ്യാം.